നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ദുബായ് കാഴ്ചകൾ തുടരുകയാണ്. ഗ്യാസലിൻ സ്റ്റേഷൻ കാണാൻ കഴിയും. ഇവിടെ 1 ലിറ്റർ പെട്രോളിന്റെ ചാർജ് എന്ന് പറയുന്നത് 3 dirhams and 40 fils 40 പൈസ. അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് കണക്കൂട്ടാണെങ്കിൽ 1 ലിറ്ററിന് 70 ഇന്ത്യൻ റുപ്പീസ് വരും ഇവിടുത്തെ 1 ലിറ്റർ പെട്രോൾ. എന്നത് ബർദുബായ് ബസ് സ്റ്റേഷൻ. എല്ലാ എമിറേറ്റിലും ഈ RTA ബസിന്റെ കളേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അതേപോലെ പോലീസിന്റെ കാറിന്റെ കളേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും, ടാക്സിയുടെ കളർ ഡിഫറെന്റ് ആയിരിക്കും. 7 എമിറേറ്റ്സിലും 7 കളേഴ്സ് ആയിരിക്കും. ഫോർ ഐഡന്റിഫൈയിങ് ഓൺലി ദേ ആർ ഗിവിംഗ് ഡിഫറെന്റ് കളേഴ്സ് ഫോർ ഓൾ ദി ഗവൺമെന്റ്. നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് ദുബായ് പോർട്ട് ആണ്. പോർട്ട് റാഷിദ് പോർട്ട്. ദുബായ് ഇപ്പോഴത്തെ റൂളർ ഷെയ്ഖ് മുഹമ്മദിന്റെ അച്ഛന്റെ പേരാണ് ഷെയ്ഖ് റാഷിദ്. ആ വലതുവശത്ത് കാണുന്നത് ദുബായ് കസ്റ്റംസ് ഓഫീസാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഓൾഡ് ദുബായും ന്യൂ ദുബായും ഒരുമിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ആ കാണുന്നതാണ് ദുബായ് ഫ്രൈ. ഇത് ദുബായിയുടെ ഒരു ഐക്കോണിക് നിർമ്മിതിയാണ്. ഇതൊരു ഹ്യൂജ് സ്ട്രക്ചറാണ്. ഇത് ഒരു മ്യൂസിയവും മോണ്യുമെന്റുമാണ്. ഇത് ലോകത്തെ ഏറ്റവും വലിയ ഫ്രെയിമാണ്. ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് 2013-ലാണ്. പൂർത്തിയാക്കിയത് 2018-ലും. 2018 ജനുവരി 1-നായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം. ഇതിന്റെ ഉയരം 150 മീറ്ററാണ്. അതിൽ സ്വർണ്ണ നിറത്തിൽ കാണുന്നത് റിയൽ ഗോൾഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാണത്തിന് 230 മില്യൺ ദഹ്റം ആണ് ചെലവായത്. ഈ ഫ്രെയിമിന്റെ മുകളിൽ ഒരു ഒബ്സർവേഷൻ ഡക്കുണ്ട്. വശങ്ങളിലുള്ള പില്ലറുകൾക്കുള്ളിലൂടെ ലിഫ്റ്റ് മുകളിലേക്ക് എത്തും. അതിലേക്കുള്ള പ്രവേശനത്തിന് 53 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. ആ നേരെ കാണുന്നതാണ് ബുർജ് ഖലീഫ. അതിനടുത്ത് നമ്മൾ പോകും. വലതുവശത്ത് കാണുന്നത് ഒരു മോസ്കാണ്. ഇവിടെ എല്ലാ 2 കിലോമീറ്ററിനിടയിലും ഒരു മോസ്ക് ഉണ്ടാവും. ആ ഇടതുവശത്ത് കാണുന്നത് ഒരു മജ്ലിസാണ്. ചദീൽ മജ്ലിസ്. റോയൽ ഫാമിലിയിലെ ചടങ്ങുകൾക്ക് ഒത്തുകൂടുന്ന ഒരിടം. ഈ വലതുവശത്ത് കാണുന്നത് ഒരു മോസ്കാണ്. നോമ്പുകാലത്ത് രാജകുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കാനായി എത്തുന്ന ഒരു മോസ്ക്.
യുടെ ദേശീയ വൃക്ഷമാണ് കാണുന്നത്. നമ്മളിൽ പലരും കരുതുന്നത് പോലെ ഈന്തപ്പനയോ ഒലിവോ അല്ല ഇവിടുത്തെ ദേശീയ വൃക്ഷം. ഈ കാണുന്നതാണ് UAE-യുടെ ദേശീയ വൃക്ഷം, ഗാഫ് ട്രീ. അതാണ് ഈ വൃക്ഷത്തിന്റെ പേര്. 2008 ഈ വൃക്ഷത്തെ ഇവിടെ ഒരു ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ചത്. ഈ വൃക്ഷത്തിന് ശരാശരി 120 വർഷം ആയുസ്സുണ്ട്. ഒട്ടകങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇതിന്റെ ഇലകൾ. ഈ വൃക്ഷങ്ങൾ ഇവിടെ ഇപ്പോൾ ധാരാളമായി നട്ടുവളർത്തുന്നുണ്ട്. അതിന് കാരണം ഇവയ്ക്ക് മണൽക്കാറ്റിൽ പറക്കുന്ന മണലുകളെ അബ്സർവ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഇവയ്ക്ക് പന പോലെ തന്നെ അധികം വെള്ളത്തിന്റെ ആവശ്യവുമില്ല. ഇനി നമ്മൾ പോകുന്നത് ആ കാണുന്ന പാലസിലേക്കാണ്, ചദീൽ പാലസ്. അതിലേക്കുള്ള എൻട്രൻസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു പ്രത്യേക ദൂരം വരെ നമുക്ക് പോകാൻ കഴിയൂ. അവിടെ പോലീസ് ചെക്ക് പോയിന്റ് ഉണ്ട്. അതിനപ്പുറം നമുക്ക് കടക്കാൻ കഴിയില്ല. പാലസും പരിസരവും ഒക്കെ വളരെ ലക്ഷറിയസ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ കാണുന്ന പോലീസ് ജീപ്പ് കടന്ന് അടുത്ത ജീപ്പ് വരെ വിസിറ്റേഴ്സിന് അനുവാദമുള്ളൂ. ഇത് രാജകുടുംബാംഗങ്ങൾ താമസിക്കുന്ന പാലസ് അല്ല, ഭരണസ്ഥിരാ കേന്ദ്രം. അതായത് നമ്മുടെ പാർലമെന്റ് പോലുള്ള ഒരിടം. ഈ ഇടതുവശത്ത് കാണുന്നത് ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജുമൈറ ബീച്ചാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ ഗൈഡ് വിവരിക്കും. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ദുബായിയുടെ എല്ലാ ഹൈ റൈസ് ബിൽഡിങ്ങിന്റെ നല്ലൊരു വ്യൂ കിട്ടും. മിക്ക ഫിലിംസിലും നമുക്ക് കാണാൻ പറ്റുന്ന സീനറി ഇതാണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ വിത്ത് ഡിഫറെന്റ് ഷേപ്സ് ആൻഡ് സൈസസ്. ബുർജ് ഖലീഫ ഓപ്പൺ ആക്കിയ വർഷം. അതിന്റെ പ്രൊജക്ട് വാല്യൂ എന്ന് പറയുന്നത് $1.8 ബില്യൺ ആണ്. അതിന്റെ കൺസ്ട്രക്ഷൻ ചാർജ് എന്ന് പറഞ്ഞ പ്രൊജക്ട് വാല്യൂ. ഇപ്പൊ ബുർജ് ഖലീഫയ്ക്കുള്ളിൽ പോകണമെങ്കിൽ നമ്മൾ ദുബായ് മോളിനുള്ളിൽ പോകണം. ദ ആക്സസ് ടു ബുർജ് ഖലീഫ ഈസ് ത്രൂ ദുബായ് മോൾ. സോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഏരിയയുടെ പേരാണ് ഡൗൺ ടൗൺ ദുബായ്. ഡൗൺ ടൗൺ ദുബായ് ഡൗൺ ടൗണിലാണ്. സൈഡിൽ സ്ട്രെയിറ്റ് നോക്കി കഴിഞ്ഞാൽ ബുർജ് ഖലീഫ ക്ലോസ് വ്യൂ കിട്ടും. കുറച്ച് മുന്നേ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അതിന്റെ വ്യൂ. ഈ സൈഡിൽ കൂടെ നിന്നാ സാറേ കിട്ടും. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ബുർജ് ഖലീഫയുടെ ക്ലോസ് വ്യൂ കിട്ടും. നോക്കൂ, ഇടത് സൈഡില് ലോകത്തിലെ ഏതും കൂടിയ ബിൽഡിംഗ് ബുർജ് ഖലീഫ. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ബ്രൗൺ കളർ ബിൽഡിംഗ് ആണ് UAE-യുടെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോൾ ആയ ദുബായ് മോൾ. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതാണ് ദുബായ് മോൾ, ഈ ബ്രൗൺ കളർ.
അത് മുന്നേ ഇതേ ഇടേ സൈഡിൽ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് വലേ സൈഡിലായി. ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദുബായ് മോൾ ഓൺ യുവർ ലെഫ്റ്റ് സൈഡ്. ഏറ്റവും വലിയ ഷോപ്പിംഗ് മോൾ. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 3 ലക്ഷം സ്ക്വയർ മീറ്റേഴ്സ് ആണ്. അപ്പി ഫുട്ബോൾ കോർട്സ്, അതാണ് ദുബായ് മോളിന്റെ ഏരിയ എന്ന് പറയുന്നത്. അതിനുള്ളിൽ ടോട്ടൽ 1300 റീറ്റെയിൽ ഷോപ്സും 22 സിനിമ തിയേറ്റേഴ്സ്, 200ഓളം റെസ്റ്റോറന്റ് ഉണ്ട് ദുബായ് മോളിനുള്ളിൽ. ഇനി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മേളിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഷിപ്പ് ഷേപ്ഡ് ടവർ കാണാം, 2 ടവേഴ്സ്. അവിടെയാണ് എഡ്ജ് വാക്ക്, സ്ലൈഡ് വാക്ക് എല്ലാം നടക്കുന്നത്. അതായത് ഒരു ടവറിൽ നിന്ന് നമുക്ക് ഗ്ലാസ് വഴി സ്ലൈഡ് ചെയ്തു മറ്റേ ടവറിലേക്ക് പോവാം. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ്. ഈ റോഡ് 840 കിലോമീറ്റർ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. എല്ലാ 7 എമിറേറ്റുകളും കണക്ട് ചെയ്യുന്ന ഒരു മെയിൻ നാഷണൽ ഹൈവേ ആണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. ഷെയ്ഖ് സായിദ് റോഡ്. ഷെയ്ഖ് സായിദ് എന്ന് പറയുന്നത് അബുദാബിയുടെ ആദ്യത്തെ ഭരണാധികാരിയും ആദ്യത്തെ പ്രസിഡന്റുമാണ് പോകുന്നത് കാണാം. ദുബായിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിങ്ങിന്റെ ആർക്കിടെക്ചർ ആണ്. ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ആർക്കിടെക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും ദുബായ്. ഇപ്പൊ ദുബായിൽ നിന്ന് ആ ബസ് പോകുന്ന അബുദാബിയിലോട്ടാണ്. ഇറ്റ്സ് ആൻ ഇന്റർസിറ്റി ബസ്. ഷെയ്ഖ് സായിദ് റോഡ് ട്രാവൽ ചെയ്യുമ്പോൾ റോഡിന്റെ 2 സൈഡിലായിട്ട് നമുക്ക് എല്ലാ ഇന്റർനാഷണൽ ഓട്ടോമൊബൈൽ ഷോറൂംസും കാണാൻ പറ്റും. എല്ലാ ഇന്റർനാഷണൽ കാർ ബ്രാൻഡ്സ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണ് ദുബായ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതേമാതിരി നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാറുകൾ റെന്റിനടുത്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതൊരു ഫ്ലൈ ഓവറാണ്. ഏതൊരു തടസ്സവും കൂടാതെ വാഹനം ഓടിക്കാൻ കഴിയുന്ന ഫ്ലൈ ഓവർ. നമ്മുടെ അയൽ സംസ്ഥാനമായ ചെന്നൈയിൽ ഇപ്പോൾ ഇതുപോലുള്ള ധാരാളം ഫ്ലൈ ഓവറുകളുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ സ്ഥല ലഭ്യത ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരം ഫ്ലൈ ഓവറുകൾ ഇവിടെ നിർമ്മിക്കാൻ കഴിയാത്തത്. ഈ ഇടതുവശത്ത് കാണുന്നത് ഒരു മെട്രോ ലൈനാണ്. അതിലൂടെ ഒരു മെട്രോ ട്രെയിൻ പോകുന്നുണ്ട്.
നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു വൈറ്റ് ബിൽഡിംഗ് കാണാം. അത് ഫെറാറി ആൻഡ് മസറാട്ടിയുടെ ഷോറൂമാണ്. ഫെറാറി ആൻഡ് മസറാട്ടി ഷോറൂം ആണ് റൈറ്റ് സൈഡ്. ഈ വൈറ്റ് ബിൽഡിംഗ് ഉണ്ട് റൈറ്റ്. ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. 2009 ദുബായ് മെട്രോ ഓപ്പൺ ആക്കി. മേളിൽ നോക്കിയാൽ കാണാം ദുബായ് മെട്രോ. ഇറ്റ് ഈസ് എ ഡ്രൈവർലെസ് മെട്രോ. സ്ഥലമാണ് ജുമേറ ബീച്ച്. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് വില്ലാസ് കാണാം. നേരെ നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ലോങ് സ്ട്രേറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഒരു വൈറ്റ് ടോൾ ബിൽഡിംഗ് കാണാം. ബുർജ് എന്ന് പറഞ്ഞാൽ ഒരു അറബിക് വേർഡ് ആണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ടവർ എന്നാണ്. സോ ബുർജ് അൽ അറബ് മീൻസ് ടവർ ഫോർ ദ അറബ്സ്. ദാറ്റ്സ് ദ മീനിങ് ഓഫ് ദാറ്റ് ഹോട്ടൽ. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ജുമേറ ബീച്ചിലാണ്. അത് ഓപ്പൺ ചെയ്തത് 1999 അത് ഓൺ ചെയ്യുന്നത്, ആ ഹോട്ടൽ ഓൺ ചെയ്യുന്ന ജുമേറ ഗ്രൂപ്പാണ്. ദ ഫസ്റ്റ് 7-star ഹോട്ടൽ ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഇപ്പോൾ 2 7-star ഹോട്ടൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ അതാണ് നമ്മളിപ്പോ കാണുന്നത്, ബുർജ് അൽ അറബ്. സെക്കൻഡ് വൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അബുദാബിയിലാണ്. ആ ഹോട്ടലിന്റെ പേരാണ് എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ. ആ ഹോട്ടൽ ടെന്നീസ് ഓവർ ദ നമുക്ക് അത് കാണാൻ കഴിയും. ഒരു 4 മാസം മുന്നേ ആ ഹെലിപാഡിന്റെ മേളിൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹാപ്പൻ ചെയ്തു. ആ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു പോളിഷ് പൈലറ്റ്, പോളണ്ടിലെ ഒരു പൈലറ്റ്, പുള്ളിയുടെ മോഡിഫൈഡ് എയർക്രാഫ്റ്റ് ആ ഹെലിപാഡിന്റെ മേളിൽ ലാൻഡ് ചെയ്തു. ലോകത്തിലെ ഏറ്റവും ചെറിയ റൺവേ ആണത്. ആ ഹെലിപാഡിന്റെ മൊത്തം സർക്കംഫറൻസ് എന്ന് പറയുന്ന 27 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോ ആ പോളിഷ് പൈലറ്റ് 842 തവണ ട്രൈ ചെയ്തു അതിൽ ലാൻഡ് ചെയ്യാൻ. And he finally achieved in 843rd time. അതൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. ആ വീഡിയോസ് നമുക്ക് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ സ്ട്രേറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 7-star ഹോട്ടൽ. കുറച്ച് സൺലൈറ്റിന്റെ ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ബ്രെത്തായിട്ട് നമുക്കൊരു ഓവൽ ഗ്ലാസ് സ്ട്രക്ചർ കാണാം. അത് സ്കൈ ബാർ ആണ്. ഈ ബിൽഡിങ്ങിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 321 മീറ്റർ ആണ്. ടോട്ടൽ 56 നിലകളാണ് ഉള്ളത്. 3 നിലകൾ വെള്ളത്തിന്റെ അടിയിലാണ്. ടോട്ടലായിട്ട് ഈ 7-star ഹോട്ടലിൽ 202 റൂമുകളുണ്ട്. നോർമൽ റൂമിന്റെ ചാർജ് എന്ന് പറയുന്നത് 6000 ദിർഹംസ് ആണ്. ഏകദേശം ഇന്ത്യൻ രൂപ 1,20,000 രൂപയാവും ഒരു ദിവസം തങ്ങുന്നതിനായിട്ട് ആ 7-star ഹോട്ടലിൽ. അതേമാതിരി ആ ഹോട്ടലിനുള്ളിൽ ഒരുപാട് റോയൽ സ്യൂട്ട്സും അവൈലബിൾ ആണ്. ഒരു ദിവസം ആ ഒരു റോയൽ സ്യൂട്ടിൽ തങ്ങുന്നതിന് നമുക്ക് ചെലവാക്കേണ്ടത് വന്ന് $25,000 ആണ്. അതായത് 21 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് വേണം ഒരു രാത്രി അതിൻ്റെ ഉള്ളിലെ റോയൽ സ്യൂട്ടിൽ തങ്ങാൻ. അതേമാതിരി ആ ഹോട്ടലിൽ നമ്മളൊരു റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ ഫ്രീ റൈഡ് ഓൺ റോൾസ് റോയ്സ്. അവർ എയർപോർട്ടിൽ നിന്ന് റോൾസ് റോയ്സ് വന്ന് നിങ്ങളെ പിക്ക് ചെയ്യും. അതേപോലെ തിരിച്ച് എയർപോർട്ടിൽ റോൾസ് റോയ്സിൽ ഡ്രോപ്പ് ചെയ്യും. ആ ഹോട്ടലിന്റെ വാഷ്റൂമിലുള്ള എല്ലാ സാനിറ്ററി ഐറ്റംസും പ്ലേറ്റഡ് ഇൻ റിയൽ ഗോൾഡ്. അപ്പോ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതിന്റെ വിലയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലക്ഷറിയസ് ആൻഡ് എക്സ്പെൻസീവ് ഹോട്ടലാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ തന്നെ ഫസ്റ്റ് 7-star ഹോട്ടൽ എന്ന് പറയുന്ന ബുർജ് അൽ അറബ്. നമ്മളിപ്പോ ഓൾമോസ്റ്റ് ജുമേറ ബീച്ച് എത്തി. നേരെ കാണുന്ന 10 മിനിറ്റ് ഫോട്ടോഷോപ്പിനായിട്ട് നിർത്തും. ജുമേറ എന്ന് പറയുന്ന ഒരു അറബിക് വേർഡാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ. അതേമാതിരി പേര് പോലെ തന്നെ ജുമേറ ഏരിയയിലുള്ള എല്ലാ ഭാഗങ്ങളും കാണാനായിട്ട് വളരെ മനോഹരമാണ്. അതുകൊണ്ടാണ് അവർ ജുമേറ എന്ന പേര് കൊടുത്തിരിക്കുന്നത്.
5-star hotel under construction. ഇതിൽ അവർ കൊടുക്കുന്ന ഈ ഹോട്ടലിന് കൊടുക്കുന്ന പേരാണ് മർസ അൽ അറബ്. സോ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന 5-star ഹോട്ടൽ അണ്ടർ കൺസ്ട്രക്ഷൻ മർസ അൽ അറബ് ഷിപ്പിന്റെ രൂപേണയാണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ജുമേറ ബീച്ചിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റിലും ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിൽ കൂടുതലും ഹോട്ടലുകളാണ്. വ്യത്യസ്തങ്ങളായ തീമുകളിലാണ് ഇവിടെ ഹോട്ടലുകൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് കാഴ്ചയ്ക്ക് ഒരു അരോചകവും തോന്നില്ല. ഇതാണ് ജുമേറ ബീച്ച്. ഇത് ഒരു വൈറ്റ് സാൻഡ് ബീച്ചാണ്. ഈ ബീച്ചിൻ്റെ തീരത്ത് ധാരാളം ഹോട്ടലുകളും റിസോർട്ടുകളുമുണ്ട്. അതുപോലെ ഇതിൻ്റെ തീരത്ത് ഹൗസിംഗ് ഡെവലപ്മെൻറ്റുകളും ദ്രുതഗതിയിൽ നടന്നു വരുന്നുണ്ട്. വളരെ വിശാലമാണ് ഈ തീരം. വൈകുന്നേരമായപ്പോൾ ധാരാളം ആളുകൾ ഇവിടെ എത്തിത്തുടങ്ങുന്നുണ്ട്. തുടർന്നുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടിക്കല്ലേ. അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെയും ഗുഡ് ബൈ.